ഓക്കെ. അപ്പൊ നമ്മൾ ഇപ്പം ക്ലാസ് നടത്താൻ വേണ്ടി പോകുന്നത് ഫസ്റ്റ് ബേസിക്സിനെ കുറിച്ച് കവർ ചെയ്യാനാണ്. അപ്പൊ നമ്മളിവിടെ ഓട്ടോഡെസ്ക് ഇൻവെന്റർ സ്റ്റാർട്ട് ചെയ്യാണ്. ഓട്ടോഡെസ്ക് ഇൻവെന്ററിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഓട്ടോഡെസ്ക് ഇൻവെന്ററിനകത്ത് നമുക്ക് ഡിസൈനിങ് 3D പ്രിന്റിങ്ങിന് വേണ്ടി ഡിസൈൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി, അതോടൊപ്പം തന്നെ എന്താണ് സ്ട്രെസ് അനാലിസിസ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അനാലിസിസ്, അതുപോലത്തെ സംഭവങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടി പറ്റും. ഇതിനകത്ത് നമുക്ക് പാർട്സ് ഡിസൈൻ ചെയ്യാൻ വേണ്ടി പറ്റും, ഡ്രോയിങ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും, പ്രസന്റേഷൻ നടത്താൻ വേണ്ടി പറ്റും, ഉണ്ടാക്കിയ പാർട്സിനെ അസംബിൾ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം നമ്മൾ ആദ്യം ചെയ്യാൻ വേണ്ടി പോകുന്നത് പുതിയൊരു പാർട്ട് ക്രിയേറ്റ് ചെയ്യാണ്. പുതിയൊരു പാർട്ട് ക്രിയേറ്റ് ചെയ്ത് ഈ ഇന്റർഫേസ് വരുമ്പം ക്രിയേറ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പോവുകയാണ്, നമ്മൾ പുതിയൊരു ഇത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്, പാർട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോവുക. അപ്പം നമുക്ക് ഏത് പാർട്ട് ക്രിയേറ്റ് ചെയ്യുമ്പോഴും നമ്മൾ ഓർക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു 2D സ്കെച്ച് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ 2D സ്കെച്ചിൽ നിന്നുമാണ് നമ്മൾ എന്തിനെ ക്രിയേറ്റ് ചെയ്യുന്നത്, 3D സ്കെച്ചിലേക്ക് എത്തുന്നത്. ആദ്യം നമ്മൾ 2D സ്കെച്ച് ഉണ്ടാക്കും. ആ ഉണ്ടാക്കിയ 2D സ്കെച്ചിൽ നിന്നുമാണ് നമ്മൾ എന്തിലേക്ക് വരുന്നത്, 3D സ്കെച്ചിലേക്ക് വരുന്നത്. അപ്പൊ ഞാൻ എന്തോ ചെയ്യാൻ വേണ്ടി പോവുകയാണ്, ആദ്യം 2D സ്കെച്ച് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പൊ സ്റ്റാർട്ട് 2D സ്കെച്ച്, ഈ ഓപ്ഷൻ സ്റ്റാർട്ട് 2D സ്കെച്ച് ഞാൻ ക്ലിക്ക് ചെയ്തു. അപ്പൊ ഇവിടെ എനിക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്ലെയിൻസ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നിന്നും എനിക്ക് സെലക്ട് ചെയ്യാം XYZ പ്ലെയിൻ, XZ പ്ലെയിൻ, XY പ്ലെയിൻ, ആക്സിസ് സെലക്ട് ചെയ്യാം. അപ്പൊ നമ്മൾ സ്കെച്ച് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ആദ്യം ഒരു പ്ലെയിൻ സെലക്ട് ചെയ്യാൻ വേണ്ടി പോയാണ്. XY പ്ലെയിൻ ആണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. XY പ്ലെയിൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്താണ്, ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് 2D സ്കെച്ച് വരയ്ക്കണം. അപ്പൊ ഞാൻ ആദ്യം ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്താന്ന് വെച്ചാൽ, ഞാൻ ഒരു ക്യൂബ് വരയ്ക്കുക, ഒരു ക്യൂബ് വരയ്ക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പൊ ക്യൂബ് വരയ്ക്കുമ്പോൾ നമ്മൾ റെക്ടാംഗിളിലാണ് സെലക്ട് ചെയ്യുന്നത്. റെക്ടാംഗിൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റെക്ടാംഗിൾസ് ഉണ്ട്. ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് 2 പോയിന്റ് റെക്ടാംഗിളും 2 പോയിന്റ് സെന്റർ റെക്ടാംഗിളും. ഈ 2 പോയിന്റ് റെക്ടാംഗിളും 2 പോയിന്റ് സെന്റർ റെക്ടാംഗിളും ഉപയോഗിക്കുന്നത്. 2 പോയിന്റ് റെക്ടാംഗിളിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അതിനെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുന്നത് കോർണറിൽ നിന്നാണ്. ഇങ്ങനെ കോർണറിൽ നിന്ന് എക്സ്റ്റെൻഡ് ചെയ്യുന്ന റെക്ടാംഗിളിനെയാണ് നമ്മൾ 2 പോയിന്റ് റെക്ടാംഗിൾ എന്ന് പറയുന്നത്. അതേസമയം പിന്നെ 2 പോയിന്റ് സെന്റർ റെക്ടാംഗിൾ ഉണ്ട്. അതിന്റെ പേരെന്ന് വെച്ചാൽ, അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ സെന്ററിൽ നിന്ന് നമുക്ക് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന റെക്ടാംഗിളിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, 2 പോയിന്റ് സെന്റർ റെക്ടാംഗിൾ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഞാനിപ്പോ ഒരു 2 പോയിന്റ് സെന്റർ റെക്ടാംഗിൾ എടുക്കുകയാണ്. പോയിന്റ് സെന്റർ റെക്ടാംഗിൾ എടുത്തിട്ട് ഇതിന്റെ ഡയമെൻഷൻ ഞാനിപ്പം സപ്പോസ് ചെയ്യുക മുകളിൽ, നമുക്ക് ഒരിക്കലും ക്യാഡിനകത്ത് ഇങ്ങനെ വലിച്ചുകൊണ്ട് പോയി ആക്യുറേറ്റ് ഡയമെൻഷനിൽ എത്തിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഡയമെൻഷൻസ് ടൈപ്പിംഗ് തന്നെ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ ഇവിടെ ആദ്യം ഞാൻ കൊടുക്കാൻ വേണ്ടി പോകുന്ന ഡയമെൻഷൻസ് 20 ആണ്, 20 മില്ലിമീറ്റർ. എന്നിട്ട് ടാബ് കീയിൽ ഞാൻ പ്രസ് ചെയ്യുമ്പം അത് ലോക്കായി, കണ്ട, അത് ലോക്കായി. എന്നിട്ട് അടുത്തതിലേക്ക് വന്നപ്പം അവിടെ എനിക്ക് ഇത് കണ്ടോ, ഇത് ലോക്കായി. അടുത്ത രണ്ടാമത്തെ ഇപ്പൊ ഫസ്റ്റ് കണ്ടോ 20 മില്ലിമീറ്റർ ലോക്ക് ആയിരിക്കുക. ഒരെണ്ണത്തിനെ ഞാൻ ലോക്കാക്കി. ഇനി അടുത്ത ഞാൻ വേരി ചെയ്യിപ്പിക്കാൻ വേണ്ടി ഇതിനെ ഞാൻ 20 മില്ലിമീറ്റർ എൻട്രി ചെയ്തു. ഇപ്പൊ എനിക്ക് എന്ത് കിട്ടി, ഒരു കംപ്ലീറ്റ്ലി കൺസ്ട്രെയിൻഡ് ആയിട്ടുള്ള റെക്ടാംഗിൾ കിട്ടി. 20 മില്ലിമീറ്റർ ടാബ് കീ പ്രസ് ചെയ്തു, അതിനെ ഞാൻ 20 മില്ലിമീറ്റർ അടിച്ചു, കംപ്ലീറ്റ്ലി കൺസ്ട്രെയിൻ. ഈ കൺസ്ട്രെയിൻ എന്ന് വെച്ചാൽ എന്താണ്, നമ്മള് ക്യാഡിനകത്ത് ഒരു ഫിഗറിനെ കംപ്ലീറ്റ്ലി ഡയമെൻഷൻ ചെയ്തെടുക്കുമ്പോൾ, ഒരു ഫിഗർ കംപ്ലീറ്റ്ലി ഡയമെൻഷൻഡ് ആണെങ്കിൽ അതിനെ നമ്മൾ ഫുള്ളി കൺസ്ട്രെയിൻ, അതിന്റെ എല്ലാ പാർട്ടിനെയും നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഡയമെൻഷൻ കൊടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് ചെയ്തെന്ന് പറയുന്നത്, ഫുള്ളി കൺസ്ട്രെയിൻ ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ എന്റെ സ്കെച്ച്, ദിസ് ഇസ് മൈ സ്കെച്ച് ഫോർ ക്രിയേറ്റിംഗ് എ ക്യൂബ്. എന്റെ ക്യൂബ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള സ്കെച്ച് ഇതാണ്. ഈ സ്കെച്ചിനെ 2D സ്കെച്ചിനെ ഞാൻ 3D ആക്കാൻ വേണ്ടി പോയി. നമ്മള് സോളിഡ് വർക്ക്സ് ആയാലും ഓട്ടോക്യാഡ് ആയാലും ഇൻവെന്റർ ആയാലും ഫ്രീക്യാഡ് ആയാലും ഏത് സോഫ്റ്റ്വെയർ ആയാലും ഒരു എക്സിസ്റ്റ് ചെയ്യുന്ന സ്കെച്ചിനെ നമുക്ക് 2D 3D ആക്കാൻ പറ്റത്തില്ല. ആ സ്കെച്ചിന് നമുക്ക് എക്സിറ്റ് ചെയ്തിട്ട് മാത്രമേ ആ 2D സ്കെച്ചിനെ 3D ആക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ എന്റെ സ്കെച്ചിന് എന്ത് ചെയ്യാൻ വേണ്ടി പോയാണ്, ഫിനിഷ് ചെയ്യാൻ വേണ്ടി പോയാണ്. അപ്പൊ എന്റെ സ്കെച്ച് ഫിനിഷ് ആയി. ഈ ഫിനിഷ് ആയ സ്കെച്ചിനെ 3D ആക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് എക്സ്ട്രൂഡ് എന്ന് പറയുന്ന ഓപ്ഷൻ. അപ്പൊ എക്സ്ട്രൂഡ് ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താണ്, ഇത് കണ്ടോ, ഇത് 3D ആയിട്ട് പ്രൊട്രൂഡ് ചെയ്യുന്നത്. ഇത് നമ്മൾ എന്തിനാ ഉപയോഗിക്കുന്നത്, 2D 3D ആക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇതിനെ
ഉപയോഗിക്കുന്നത്. എക്സ്ട്രൂഡ് എന്ന് പറയുന്ന ഓപ്ഷനെ നമ്മൾ 2D 3D ആക്കാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. എക്സ്ട്രൂഡിന് പല ഓപ്ഷൻസ് ഉണ്ട്. ഈ ഡയറക്ഷനിൽ എനിക്ക് എക്സ്ട്രൂഡ് ചെയ്യാം, ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് എക്സ്ട്രൂഡ് ചെയ്യും. അത് ഈ രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത്. സിമെട്രിക് ആയിട്ട് എക്സ്ട്രൂഡ് ചെയ്യാം. സിമെട്രിക് എക്സ്ട്രൂഡിംഗ് എന്ന് വെച്ചാൽ എന്താണ്? നടുവിൽ ഒരു ആക്സിസ് വെച്ചിട്ട് ഇവിടെ 5 മില്ലിമീറ്റർ ആയിട്ട് എക്സ്ട്രൂഡ് ചെയ്യുന്നു, ഇവിടെയും ബാക്കി 5 മില്ലിമീറ്റർ ആയിട്ട് എക്സ്ട്രൂഡ് ചെയ്യുന്നു. അതിന് ഇതാണ് സിമെട്രിക് ഓപ്ഷൻ. ഇത് അസിമെട്രിക് ഓപ്ഷൻ. അസിമെട്രിക് ഓപ്ഷൻ വന്നപ്പോൾ ഇത് കണ്ടോ, നമുക്ക് ഡിസ്റ്റൻസ് എ ഡിസ്റ്റൻസ് ബി തന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഈ ഡയറക്ഷനിലോട്ട് എന്തുമാത്രം എക്സ്റ്റെൻഡ് ചെയ്യണം അതിനെ ഡിസ്റ്റൻസ് എക്ക് കൊടുക്കുന്നു, ഈ ഡയറക്ഷനിലേക്ക് എന്തുമാത്രം എക്സ്റ്റെൻഡ് ചെയ്യുന്നത് നമ്മൾ ഡിസ്റ്റൻസ് ബി എന്ന് കൊടുക്കുന്നു. ഇതിനെ നമ്മൾ അസിമെട്രിക് എക്സ്ട്രൂഡിംഗ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ നോർമൽ ആയിട്ടുള്ള എക്സ്ട്രൂഡിംഗ് മാത്രമാണ് ഇപ്പം ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇവിടെ 20 മില്ലിമീറ്റർ നമ്മൾ എക്സ്ട്രൂഡ് ചെയ്തു, 20 മില്ലിമീറ്റർ എക്സ്ട്രൂഡ് ചെയ്തു. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടി? നമ്മുടെ ട്യൂബ് കിട്ടി. ഇനി നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ക്യൂബിനകത്ത് നമ്മളൊരു ഹോൾ ഇടാൻ വേണ്ടി പോവുകയാണ്. ക്യൂബിനകത്ത് ഹോൾ ഇടുന്നതിന് മുമ്പേ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ, ഏത് പ്ലെയിനിലാണോ നമുക്ക് ഹോൾ ഇടേണ്ടത് ആ ഹോൾ ഇടേണ്ട പ്ലെയിനെ നമ്മൾ സെലക്ട് ചെയ്യണം. അപ്പൊ ഈ പ്ലെയിനിലാണ് എനിക്ക് ഹോൾ ഇടേണ്ടത്. ആ ഫേസിനെ ഞാൻ സെലക്ട് ചെയ്തു, സ്കെച്ച് കൊടുത്തു. ഹോൾ ഇടാൻ വേണ്ടി ഞാൻ സർക്കിൾ സെലക്ട് ചെയ്തു. സർക്കിൾ സെലക്ട് ചെയ്തിട്ട് ഇഷ്ടമുള്ള അത്രയും ഇത് തിക്നെസ് സെലക്ട് ചെയ്തു. ഞാനിപ്പോ ഒരു 10 മില്ലിമീറ്റർ ആണ് സെലക്ട് ചെയ്തത്. അപ്പൊ എൻ്റെ ഹോളിന് വേണ്ടിയുള്ള സ്കെച്ച് റെഡിയായി. സ്കെച്ചിനെ ഞാൻ ഫിനിഷ് ചെയ്തു. സ്കെച്ചിനെ ഞാൻ ഫിനിഷ് ചെയ്തിട്ട് ഇതിനെ എക്സ്ട്രൂഡ് ചെയ്തു. എക്സ്ട്രൂഡ് ചെയ്യുമ്പം ഓർക്കേണ്ട കാര്യം, ഇങ്ങനെ എനിക്ക് എക്സ്ട്രൂഡ് ചെയ്യാം, അല്ലെങ്കിൽ ഇതിന്റെ റിവേഴ്സ് ചെയ്യുമ്പോൾ ഇത് കണ്ടു, ഇത് അകത്തോട്ട് എക്സ്ട്രൂഡ് ആകുമ്പോൾ സത്യം പറഞ്ഞാൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അതവിടെ കട്ടാവുകയാണ് നടക്കുന്നത്. അതെന്തായിപ്പോ അത് കട്ടായിപ്പോ. ഇതിനെയാണ് നമ്മൾ എക്സ്ട്രൂഡഡ് കട്ട് എന്ന് വിളിക്കുന്നത്. എക്സ്ട്രൂഡഡ് കട്ട് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇതാണ് സത്യം പറഞ്ഞാൽ കട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ എന്നുള്ളത്. ഇതിനൊക്കെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇത് കട്ടാവും. ഇവിടെ കട്ടായി. അപ്പൊ നമ്മുടെ ഒന്നാമത്തെ പാർട്ട് ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുന്നു. ഇനി നമ്മൾ അടുത്ത രണ്ടാമതായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്ന പാർട്ട് എന്ന് പറയുന്നത് നമുക്ക് സിലിണ്ടർ ക്രിയേറ്റ് ചെയ്യാം. സിലിണ്ടർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി അതും വളരെ സിമ്പിൾ. സ്കെച്ച് സെലക്ട് ചെയ്യുക, XY പ്ലെയിൻ സെലക്ട് ചെയ്യുക. സിലിണ്ടറിന്റെ ടോപ്പ് ഫേസ് സർക്കിൾ അല്ലേ, അതുകൊണ്ട് സർക്കിൾ സെലക്ട് ചെയ്യുക. സർക്കിളിന്റെ റേഡിയസ് ഞാൻ 50 മില്ലിമീറ്റർ കൊടുത്തു. അപ്പൊ നമ്മുടെ സ്കെച്ചായി. കാരണം സിലിണ്ടറിന് ഇത്ര മാത്രം, ഇതിനെ നമ്മൾ 3D ആക്കിയാൽ മതിയല്ലോ. നമ്മുടെ സ്കെച്ചായി. ഇനി ഞാൻ ഇതിനെ എക്സ്ട്രൂഡ് ചെയ്യാൻ വേണ്ടി പോകുന്നു. എക്സ്ട്രൂഡ് ചെയ്യാൻ വേണ്ടി എത്ര എക്സ്ട്രൂഡ് ചെയ്യണം? സിലിണ്ടറിന് വേണ്ടി 30 ഞാൻ എക്സ്ട്രൂഡ് ചെയ്തു. പോരാ, ഞാൻ എന്ത് ചെയ്യാൻ വേണ്ടി പോവുകയാണ്, ഇതിനെ ചേഞ്ച് ചെയ്തിട്ട് ഒരു 50 ആക്കാൻ വേണ്ടി പോവാണ്. അതും പോരാ, അങ്ങനെ ഞാൻ 100 ആക്കാൻ വേണ്ടി പോവാണ്. ഓക്കെ, ഇപ്പൊ നമ്മുടെ ഒരു എന്തുകൊണ്ട് 100 വെക്കേണ്ടതെന്ന് വന്നു വെച്ചാൽ ഞാൻ ഡയമീറ്റർ കൂടുതലാണ് കൊടുത്തത്. ഞാൻ ഡയമീറ്റർ കൂട്ടി കൊടുത്തോണ്ടാണ് അങ്ങനെ ചെയ്യേണ്ടതായിട്ട് വന്നത്. ഇനി നമുക്ക് ഇതിനകത്ത് ഒരു ഹോൾ ഉണ്ടാക്കി നോക്കാം. ഇതിന്റെ ഈ ഫേസ് സെലക്ട് ചെയ്ത്, കാരണം ഈ ഹോൾ ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ ആദ്യം സ്കെച്ച് വരയ്ക്കണം. അപ്പൊ ഈ ഫേസിൽ ഞാൻ സെലക്ട് ചെയ്തു, സ്കെച്ച് ഓപ്ഷൻ സെലക്ട് ചെയ്തു. എന്നിട്ട് ഇത് ഡയമീറ്റർ എത്ര കൊടുക്കണം? നമുക്ക് ഇഷ്ടമുള്ള ഡയമീറ്റർ കൊടുക്കാം. അബൌട്ട് ഞാൻ 30 കൊടുക്കാൻ വേണ്ടി പോവാണ്. 30 കൊടുക്കും. സ്കെച്ച് കംപ്ലീറ്റ് ആയി. ഫിനിഷ് കൊടുക്കുക. ഓക്കെ, ഇനി ഇതിനെ എക്സ്ട്രൂഡഡ് കട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇവിടെ നമ്മൾ കട്ട് ചെയ്യുമ്പം ഓർക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, വെളിയിലോട്ട് നമുക്ക് പ്രൊട്രൂഡ് അല്ല ചെയ്യേണ്ടത്, പകരം നമുക്ക് കട്ടാണ് ചെയ്യേണ്ടത്. അതുകൊണ്ട് നമ്മൾ ഇതിന്റെ ഡയറക്ഷൻ റിവേഴ്സ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പൊ അത് കട്ടായി. പിന്നെ ഇത് കട്ടിന് 3 ഓപ്ഷൻസ് ഉണ്ട്. കട്ട് ത്രൂ ഓൾ ഉണ്ട്, കട്ട് ടു ഉണ്ട്. കട്ട് ത്രൂ ഓൾ എന്ന് വെച്ചാൽ കംപ്ലീറ്റ് ലെങ്ത്തിൽ, ഇതിന്റെ കംപ്ലീറ്റ് ലെങ്ത്തിൽ കട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇതിനെ കട്ട് ത്രൂ ഓൾ എന്ന് പറയും. കട്ട് ടു എന്ന് പറഞ്ഞാൽ ഒരു പ്ലെയിൻ, നമ്മൾ 2 പ്ലെയിൻ സെലക്ട് ചെയ്യും. 2 പ്ലെയിൻ സെലക്ട് ചെയ്തിട്ട് ഒരു പ്ലെയിനിൽ നിന്ന് മറ്റൊരു പ്ലെയിനിലേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ കട്ട് ടു എന്ന് പറയുന്ന ഓപ്ഷൻ ഉപയോഗിക്കുന്നത്. എന്നിട്ട് ഓക്കെ അടിക്കുമ്പം നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ സിലിണ്ടർ കിട്ടും. അപ്പൊ അടുത്ത പാർട്ടായി. ഇനി അടുത്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്ന പാർട്ട് എന്ന് പറയുന്നത് കോൺ ആണ്. കോൺ ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. കോൺ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ സ്കെച്ച് ചെയ്യേണ്ട എന്താണ്? നമ്മൾ
സ്കെച്ച് ചെയ്യേണ്ടത് ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണ് നമ്മൾ സ്കെച്ച് ചെയ്യേണ്ടത്. അപ്പൊ ഇതിന്റെ ഞാൻ ലെങ്ത് അബൌട്ട് 10 കൊടുക്കാം. ഓക്കെ, ഇവിടെ ഞാൻ 10 കൊടുക്കുന്നില്ല, ഇവിടെ ഞാൻ അബൌട്ട് 5 കൊടുക്കാം. 5 കൊടുക്കും. ഇനി ഇത് കണ്ടോ, ഇത് കൺസ്ട്രെയിൻഡ് ആയിട്ടില്ല, കാരണം ഇതിന്റെ ഈ ഒരു എൻഡ് ഫ്രീ ആയിട്ടിരിക്കുക. അപ്പൊ ഈ എൻഡിന് കൺസ്ട്രെയിൻ കിട്ടിയിട്ടില്ല. അതിന് കൺസ്ട്രെയിൻ കൊടുക്കണമെങ്കിൽ നമ്മൾ ഇതിനെ രണ്ടിനെയും ജോയിൻ ചെയ്യണം. ഇപ്പോഴേ ഇത് എന്തായിട്ടുള്ളൂ, കൺസ്ട്രെയിൻഡ് ആയിട്ടുള്ളൂ. ഇതിനെ ഫിനിഷ് ചെയ്യുക. ഇനി കോൺ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഓപ്ഷനാണ് റിവോൾവ് എന്ന് പറയുന്നത്. റിവോൾവ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് സെലക്ട് ചെയ്തിട്ടുണ്ട്, പ്രൊഫൈൽ ഇവിടെ ഓട്ടോമാറ്റിക്കലി സെലക്ട് ആവട്ടാണല്ലോ. നമ്മൾ റിവോൾവ് എന്ന് പറയാം. ഇവിടെ പ്രശ്നം കണ്ടാവുന്നത്, ഇവിടെ വന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഡയഗ്രാം കംപ്ലീറ്റ്ലി കൺസ്ട്രെയിൻഡ് ആയിട്ടില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, സ്കെച്ച് സെലക്ട് ചെയ്യുക, അതിനെ എഡിറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ സ്കെച്ച് ചെയ്തതിനകത്ത് എന്തോ എറർ ഉണ്ട്. അതുകൊണ്ടാണ് ഇതിന്റെ ബ്ലൂ ലൈൻ കിടക്കുന്നത് കൊണ്ടാണ് നമുക്ക് അവിടെ ഇതെന്ത് ചെയ്യാൻ വേണ്ടി പറ്റാഞ്ഞത്, അത് ഇത് ചെയ്യാൻ വേണ്ടി പറ്റാഞ്ഞത്, അത് എക്സ്ട്രൂഡ് ചെയ്യാൻ വേണ്ടി പറ്റാഞ്ഞത്. ഇതിനെ ഞാൻ ആംഗിൾ അല്ല, സോറി, ഓക്കെ 5 മില്ലിമീറ്റർ ഞാൻ ഇവിടെ വെച്ചു. 5 മില്ലിമീറ്റർ വെച്ചിട്ട് ഇതിനെ ഞാൻ ഡയമെൻഷൻ ചെയ്യാൻ വേണ്ടി പോയാണ്. ഡയമെൻഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ എന്ന് വെച്ചാൽ, ഡയമെൻഷൻ എന്ന് വെച്ചാൽ ഓരോ പാർട്ടിനും സ്പെസിഫിക് ആയിട്ടുള്ള ഡയമെൻഷൻ കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ഡയമെൻഷൻ എന്ന് പറയുന്ന പാർട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഡയമെൻഷൻ ഞാൻ സെലക്ട് ചെയ്തു. ഇതിന്റെ ഡയമെൻഷൻ ഇപ്പൊ 5 മില്ലിമീറ്റർ ആണ് കിടക്കുന്നത്. അത് ഞാൻ ഒരു 7 മില്ലിമീറ്റർ ആക്കാൻ വേണ്ടി പോവുകയാണ്. ഓക്കെ, അത് ഡയമെൻഷനായി. എന്നിട്ട് ഇതിനെ ഞാൻ ഡയമെൻഷൻ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അതിന്റെ ഡയമെൻഷൻ 10 മില്ലിമീറ്റർ ആണ് കിടക്കുന്നത്, പക്ഷെ ഞാൻ 10 മില്ലിമീറ്റർ എന്ന് മാറ്റി അതിനെ 15 ആക്കാൻ വേണ്ടി പോവുകയാണ്. ഇവിടെ വന്ന പ്രശ്നം ഇത് വന്നെങ്കിൽ ഇതിനെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് ഇത് മാത്രമേ ഉള്ളൂ. എന്താണ്, ഇതിനെ പറ്റത്തില്ല. അപ്പൊ അതിനകത്ത് നമ്മളെടുത്ത ഡയമെൻഷൻ തെറ്റാണെന്ന്. നമ്മൾ ഓൾറെഡി ഇവിടെ 10 മില്ലിമീറ്റർ വന്നെങ്കിൽ ഈ സാധനത്തിനെ എക്സ്റ്റെൻഡ് ചെയ്യണമായിരുന്നു. ഇതിനെ എക്സ്റ്റെൻഡ് ചെയ്തായിരുന്നെങ്കിൽ അവിടെ ഇത് വരത്തൊക്കെയാണ്. പക്ഷെ നമ്മൾ ഇത്രയും മെനക്കെട്ടെങ്കിലും ഇവിടെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിനെ കംപ്ലീറ്റ്ലി കൺസ്ട്രെയിൻഡ് ആക്കിയിട്ടുണ്ട്. അവിടെ നമുക്ക് സംഭവിച്ചെന്താന്ന് വെച്ചാൽ നമ്മൾ ഇതിനെ എന്ത് ചെയ്തിട്ടില്ല, കോയിൻസിഡന്റ്. അങ്ങനെ മുമ്പത്തെ കേസ് വരികയാണെങ്കിൽ നമ്മളിവിടെ കോയിൻസിഡന്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. കോയിൻസിഡന്റ് എന്ന് പറയുന്ന ഓപ്ഷൻ വെച്ച് നമ്മൾ ഈ ലൈനും ഈ പ്ലെയിനെയും നമ്മൾ എക്സ് ആക്സിസിനെ കോയിൻസിഡന്റ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ ഈ കിടക്കുന്ന എക്സ് ആക്സിസിലെ ലൈൻ ഇല്ലേ, ഇത് തന്നെത്താനെ താഴോട്ട് പോകും. കാരണം ഇതിനെ നമ്മൾ എന്നുവെച്ചാൽ ഇങ്ങനെ വരുവാണെങ്കിൽ ഈ കോയിൻസിഡന്റ് എന്ന് പറയുന്ന ഓപ്ഷൻ വെച്ച് ഇതിനെ നമുക്ക് ചെയ്യാം. പക്ഷെ ഇപ്പൊ ഇവിടെ പറ്റാത്ത എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മളിവിടെ നേരത്തെ ഡയമെൻഷൻ ചെയ്ത് കഴിഞ്ഞു, അതിന്റെ ഡയമെൻഷൻ നമ്മൾ കൊടുത്തു കഴിഞ്ഞു, അതുകൊണ്ടാണ്. പക്ഷെ നമ്മൾ ഇത് ഡയമെൻഷൻ ചെയ്തെങ്കിൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഇതിനെ എന്തോ ചെയ്യാൻ പറ്റത്തുള്ളൂ, റിവോൾവ് എക്സ്ട്രൂഡ് ചെയ്യാൻ പറ്റുമായിരിക്കും, പക്ഷെ റിവോൾവ് ചെയ്യാൻ പറ്റത്തില്ല. റിവോൾവ് ചെയ്യണമെങ്കിൽ കൺസ്ട്രെയിൻസ് ഉണ്ടായിരിക്കണം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ സെലക്ട് ആക്സിസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷനെ ക്ലിക്ക് ചെയ്യുക. ആ ഓപ്ഷനെ ക്ലിക്ക് ചെയ്തിട്ട് ആക്സിസ് സെലക്ട് ചെയ്യുക. അപ്പൊ എന്തോന്ന് ചെയ്യുന്നു, അത് നമുക്ക് കോൺ കിട്ടി. ഇതിനെ നമുക്ക് ആംഗിൾ നമുക്ക് വ്യത്യാസപ്പെടുത്താം. ഇത് 360 ആണെങ്കിൽ ഇതിനെ നമുക്ക് 180 ആക്കി എടുക്കാം, ഇതിനെ നമുക്ക് 90 ആക്കി എടുക്കാം. അതിന് ഇഷ്ടമുള്ള ആംഗിൾ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും. നോർമൽ എക്സ്ട്രൂഡ് പോലെ തന്നെയാണ്, പക്ഷേ കർവ്ഡ് ആയിട്ടുള്ള എക്സ്ട്രൂഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മൾ കോൺ ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്തായിട്ട് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്ന ഇതിനെന്ന് പറയുന്നത് സ്പിയർ ആണ് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. സ്പിയർ ഉണ്ടാക്കുമ്പോൾ നമ്മൾ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന ടൂളിനെ കുറിച്ച് പഠിക്കും. അപ്പൊ സ്പിയർ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ചെയ്യേണ്ടത് എന്താണ്, ജസ്റ്റ് ഇത്ര മാത്രം ചെയ്താൽ മതി. ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള ആക്സിസ് വരയ്ക്കുക, ആ ആക്സിസിലൂടെ ഒരു ആർക്കിങ്ങിനെ വരയ്ക്കുക, അതിനെ പിന്നെ റിവോൾവ് ചെയ്തെടുക്കുക. അതാണ് നമ്മൾ സ്പിയറിന് ചെയ്യുന്നത്. പക്ഷെ സ്പിയർ വരയ്ക്കുമ്പോൾ ഞാൻ ആദ്യം ചെയ്യാൻ വേണ്ടി പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ എക്സ് ആക്സിസിന് പാരലായിട്ടൊരു ലൈൻ വരയ്ക്കാൻ വേണ്ടി പോകാം. ഇതാണ് ഞാൻ ആദ്യം ചെയ്യുക. അതിന്റെ റീസൺ എന്താണെന്ന് ഞാൻ പറയാം. നമ്മൾ എക്സ് ആക്സിസിന് പാരലായിട്ടൊരു ലൈൻ വരച്ചു. എക്സ് ആക്സിസിന് പാരലായിട്ടൊരു ലൈൻ വരച്ചിട്ട് ഞാൻ ഈ സെന്ററിൽ നിന്ന് താഴോട്ടൊരു ലൈൻ വരച്ചു. 10 മില്ലിമീറ്റർ ലെങ്ത് ഉള്ളൊരു ലൈൻ വരച്ചു.
അപ്പൊ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. പ്രശ്നം എന്താന്ന് വെച്ചാൽ സ്പിയറിന് താഴോട്ട് മാത്രമേ ഇവിടെ ആക്സിസ് വന്നിട്ടുള്ളൂ. നമുക്ക് മോളോട്ടും കൂടി ആക്സിസ് വരണം. എങ്കിൽ ഇത് ഇവിടവും ഇവിടം വരെ ആർക്കാ നമുക്ക് വരയ്ക്കാൻ വേണ്ടി പറ്റത്തില്ല. അത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാല് ഇവിടെ നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തു കഴിഞ്ഞു? ആക്സിസ് ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞു. ഇവിടവും ഇവിടം വരെ ആർക്ക് വരയ്ക്കാം, പക്ഷെങ്കിൽ അതിന് ആക്യുറസി കുറവായിരിക്കും. നമ്മൾ ഇവിടവും ഇവിടം വരെ നമുക്ക് എന്ത് ചെയ്യാം? ആർക്ക് വരയ്ക്കാം. പക്ഷെ ഇത് കണ്ടോ, ഇതിന് ആക്യുറസി വളരെയധികം കുറവായിരിക്കും. ഇതിന് ആക്യുറസി കുറവായിരിക്കും. ഇതിന് ആക്യുറേറ്റ് ആയിട്ടുള്ള സ്പിയർ കിട്ടണമെന്ന് നമുക്കില്ല. പക്ഷെ ഏറ്റവും ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു സ്പിയർ വരയ്ക്കണമെങ്കിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് എന്ന് വെച്ചാൽ ഈ ലൈനെ ഇല്ലേ, ഈ ലൈനെ നമുക്ക് കൺസ്ട്രക്ഷൻ മോഡിൽ കൊണ്ടുവരാം. കൺസ്ട്രക്ഷൻ ഓപ്ഷൻ എന്ന് വെച്ചാൽ നമ്മൾ ഈ ഗ്രാഫിക്സിനകത്ത് ചെയ്യുന്ന കൺസ്ട്രക്ഷൻ തന്നെയാണ്. ഗ്രാഫിക്സിനകത്ത് ചെയ്യുന്ന കൺസ്ട്രക്ഷൻ മെത്തേഡ് തന്നെയാണ് കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഒരു ലൈൻ നമ്മൾ ആ ലൈനെ ബേസ് ചെയ്ത് നമുക്ക് എന്ത് ഓപ്പറേഷൻ വേണമെങ്കിലും പെർഫോം ചെയ്യാം. അതാണ് കൺസ്ട്രക്ഷൻ. അപ്പൊ ഈ ലൈനെ ഞാൻ സെലക്ട് ചെയ്യും. ഈ ലൈൻ ഇപ്പൊ കൺസ്ട്രക്ഷനിലായിരിക്കും. എന്നിട്ട് ഞാൻ മിറർ ഓപ്ഷൻ സെലക്ട് ചെയ്തു. മിറർ ഓപ്ഷനകത്ത് മിറർ ലൈൻ എന്ന് പറയുന്ന ഓപ്ഷൻ, ഏത് ലൈൻ വെച്ചാണ് നമുക്ക് മിറർ ചെയ്യേണ്ടത്, ഈ ലൈൻ വെച്ച് ഞാൻ മിറർ ചെയ്യാൻ വേണ്ടി പോകും. ഇനിയും പറഞ്ഞിരിക്കുന്ന ഏത് ലൈനെയാണ് നമുക്ക് മിറർ ചെയ്യേണ്ടത്, ഈ ലൈനെയാണ് എനിക്ക് മിറർ ചെയ്യേണ്ടത്. ലൈൻ കണ്ടോ, അവിടെ ഒരു മിറർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയും ഞാൻ സെലക്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് സെന്റർ പോയിന്റ് ആർക്കാണ്. സെന്റർ പോയിന്റ് ആർക്ക് എന്ന് വെച്ചാൽ സെന്റർ വെച്ച് എന്ത് ചെയ്യുന്നതാണ്, വരയ്ക്കുന്ന ആർക്കാണ്. ഇതിനെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ ഇത് കണ്ട സർക്കിളിന്റെ സെന്ററിൽ നിന്നാണ് ഞാൻ ആർക്ക് വരയ്ക്കുന്നത്. അവിടെ നിന്ന് ഇവിടം വരെ ഞാൻ എക്സ്റ്റെൻഡ് ചെയ്തു. സോറി, അവിടെ അല്ലാതെ സർക്കിളിന്റെ സെന്റർ വരേണ്ടത്. സർക്കിളിന്റെ സെന്റർ ഇവിടെ നമ്മൾ സെന്റർ പോയിന്റ് ആർക്ക് വരയ്ക്കുമ്പോൾ റേഡിയസ് ആണ് എടുക്കേണ്ടത് കേട്ടോ. സെന്റർ പോയിന്റ് ആർക്ക് വരയ്ക്കുമ്പം നമ്മൾ റേഡിയസ് ആണ് എടുക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമ്മുടെ സ്കെച്ച് ഫിനിഷ് ആയി. ഇനി ഇതിനെ നമുക്ക് റിവോൾവ് ചെയ്യാം. 360 പ്ലെയിൻ നമ്മൾ സെലക്ട് ചെയ്ത് ഇനി നമ്മൾ ചെയ്യാത്ത എന്താ, നമുക്ക് ആക്സിസ് സെലക്ട് ചെയ്യണം. ആക്സിസ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. So this much for today's class. Thank you.